നമുക്ക് ഓരോരുത്തർക്കും തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ വചനം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. അങ്ങയുടെ വചനം കർത്താവെ എത്ര ഞങ്ങളെ റിവൈവ് ചെയ്യുന്ന വചനമാണല്ലോ. ആ രീതിയിൽ കർത്താവ് ഇന്ന് ഞങ്ങളെ റിവൈവ് ചെയ്യാൻ പോകുന്നതിനായിട്ട് അങ്ങനെ സ്തുതിക്കും. താങ്ക് യു ലോർഡ് ജീസസ്. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഇന്ന് മേജറായിട്ട് ധ്യാനിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായമാണ്. ഞാൻ ആക്ച്വലി ഇന്നലെ വളരെ വളരെ വിഷമിച്ച്, ഞാൻ ഇത്രയും നാളിൽ ഇത്രയും ഓവർവെൽംഡ് ആയിട്ടില്ല. ഞാനും ഡോക്ടർ ഐവിയും കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ പറയായിരുന്നു, ഐവി എനിക്ക് ഒരു കാര്യത്തിനും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു പരുവത്തിൽ ഞാൻ എത്തി. അത്ര വിഷമിച്ച ഒരു അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ എല്ലാം അങ്ങനെ വരും. നമുക്ക് കംഫർട്ട് ഇല്ലാത്ത, നമുക്ക് സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥ. ഹോൾ ഡേ ആക്ച്വലി അങ്ങനെയായിരുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആത്മീയരായിട്ടുള്ള സഹോദരിമാർക്ക് വേണ്ടി എന്നെ എൻകറേജ് ചെയ്യാനായിട്ട് ആക്ച്വലി ഡോക്ടർ ഐവിയും ഡോക്ടർ മിക്കിയും ഉണ്ടായിരുന്നു. നമുക്കത് വളരെ പ്രധാനമാണ്, നമ്മൾ ആ രീതിയിലുള്ള ഫെലോഷിപ്പ്, കൂട്ടായ്മ. അങ്ങനെ ആ രീതിയിൽ എൻ്റെ ദിവസം കടന്നുപോയി. എനിക്ക് വൈകിട്ട് ആക്ച്വലി സൺഡേ സ്കൂൾ എടുക്കണം. സൺഡേ സ്കൂൾ എടുക്കാനായിട്ട് എനിക്ക് ഒരു പ്രിപ്പറേഷനും ഇല്ല. ഞാൻ ഇൻഫാക്ട് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ഞാൻ എഴുതി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാന്ന്. ഞാൻ ഇടയ്ക്ക് പകൽ സമയം കിട്ടിയ സമയത്തെല്ലാം അത് പ്രിപ്പയർ ചെയ്യാൻ നോക്കിയെങ്കിലും എനിക്ക് ഒന്നും പറയാൻ അറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഇരിക്കുമായിരുന്നു. ആ സമയം തിരിച്ചു വീട്ടിൽ വന്നു. പക്ഷെ ദൈവത്തിന്റെ കൈ ഞങ്ങളുടെ മേലെ ഉണ്ടായിരുന്നു, എന്റെ മേലെ ഉണ്ടായിരുന്നു ഞാൻ പറയട്ടെ. എന്നിട്ട് ദൈവത്തിന്റെ വചനം നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമുക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നമ്മളെല്ലാം ഏറ്റവും ആത്മീയമായിട്ട് ഹൈ ആയിട്ട് ഇരുന്നാലേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പണ്ട് തൊട്ടേ പഠിച്ചൊരു കാര്യമാണ്, ബ്രോക്കൺനെസ് ആണ് ഫ്രൂട്ടിന്റെ ഒരു 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 കർത്താവ് നമ്മളെ പ്രൂൺ ചെയ്താലേ നമുക്ക് ഫലം പുറപ്പെടുവിക്കുള്ളൂ. നമ്മൾ ബ്രോക്കൺ ആയാൽ മാത്രമേ ദൈവത്തിന് നമ്മളെ പണിയാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാം തികഞ്ഞവരായി ഓക്കെ ഞാൻ ഏറ്റവും ബെസ്റ്റാന്ന് വിചാരിച്ചിരിക്കുമ്പം ദൈവത്തിന് നമ്മളെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ആക്ച്വലി. അപ്പം വൈകിട്ട് വന്നിട്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരിക്കലും കർത്താവ് ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യാനായിട്ട് കർത്താവ് തീർച്ചയായിട്ടും സഹായിക്കുന്നുള്ളത് എപ്പോഴും ഓർക്കണം. പിന്നെ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. ദൈവം നമ്മളെ എവിടെ ആക്കിയിരിക്കുന്നു. അപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് പെട്ടെന്ന് ദൈവവചനം വായിക്കുമായിരുന്നു. എനിക്ക് എടുക്കാനുള്ള ലെസൺ യാക്കോബ് ലാബാനെ വിട്ട് വന്നതിന് ശേഷം തിരിച്ച് മിസ്രൈമിലോട്ട് പോകുന്ന കാര്യമാണ്. ഞാനത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ സ്പിരിറ്റ്, എൻ്റെ ആത്മാവ് റിവൈവ് ചെയ്തു എന്ന് ഞാൻ പറയട്ടെ. ആക്ച്വലി ഒത്തിരി കാര്യങ്ങൾ ഈവനിങ്ങിൽ ചെയ്യാനുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ദൈവത്തിന്റെ വചനം എന്നെ ശക്തീകരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് അതിനുള്ള ആത്മീയവും ശാരീരികവുമായിട്ടുള്ള ശക്തി കിട്ടത്തില്ലായിരുന്നു. ദൈവം എങ്ങനെ ദൈവത്തിന്റെ വചനത്താൽ ധൈര്യപ്പെടുത്തി. ഞാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലോകത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതെനിക്ക് എത്ര ഇന്നലെ അനുഭവിക്കാൻ പറ്റിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആ വചനം ഒന്ന് വായിച്ചോട്ടെ. അപ്പോൾ എനിക്കറിയാം ഞാൻ എത്രയും ധൈര്യപ്പെട്ടെങ്കിൽ അതിനേക്കാട്ടിലും കൂടുതൽ നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ധൈര്യപ്പെടും. നമുക്ക് ആ ഭാഗം എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം, അതിന്റെ 1-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 46 ആദ്യത്തെ വാക്യം വായിക്കാം. അനന്തരം ഇസ്രായേൽ, മേ ബി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വായിച്ചാലേ കുറച്ച് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് 45-25 തൊട്ട് വായിക്കുക. ഉൽപ്പത്തി 45-ന്റെ 25. ഇവിടെ യോസേഫ് രഥങ്ങളെ അയക്കുക. വായിക്കട്ടെ. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിന്റെ അടുക്കലെത്തി. അവനോട്, യോസേഫ് ജീവനോട് ഇരിക്കുന്നവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി. അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ട് പോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എന്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. യോസേഫ്, ഞാൻ ഓർക്കുമായിരുന്നു ദൈവത്തിന്റെ വിശ്വസ്തത. യോസേഫ് മരിച്ചുപോയി എന്ന് പണ്ട് വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോഴും വളരെ നിരാശപ്പെട്ടു യാക്കോബ്. എന്നാൽ ദൈവം തനിക്ക് ചൈതന്യം
ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഹി സ്പിരിറ്റ് റിവൈവ്ഡ് വിത്തിൻ ഹിം. കർത്താവ് നമുക്ക് റിവൈവ് ചെയ്യാനായിട്ട് സാഹചര്യങ്ങൾ തരും. ഇന്നലെ ഞങ്ങൾ ചിന്തിച്ചു. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ സൺഡേ സ്കൂൾ എടുക്കണം, പല കാര്യങ്ങളുണ്ടായിരുന്നു. ആക്ച്വലി വളരെ ചെറിയ കുഞ്ഞുണ്ട് ഞങ്ങളുടെ കയ്യിൽ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൺഡേ സ്കൂൾ പഠിപ്പിക്കണം. കറക്റ്റ് ആ സമയത്ത് അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കാത്ത സമയത്ത് ഇങ്ങനെ ചൈതന്യം വന്നൊരു കാര്യം സംഭവിച്ചു. അതായത് ഇളയ മകള് അപ്രതീക്ഷിതമായിട്ട് വീട്ടിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ യാക്കോബിനുണ്ടായ ആ ചൈതന്യമായി എനിക്ക് അപ്പം ദൈവത്തിന്റെ പ്രൊവിഷൻ ഞങ്ങൾ ആലോചിച്ചു. അവള് തനിയെ പെട്ടെന്ന് ദൈവം അവളെ അയച്ച പോലെ വന്നു. ചൈതന്യം പ്രാപിച്ചു. വളരെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരമായി. കാരണം അവൾ കുഞ്ഞിനെ നോക്കി ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം. അപ്പൊ ദൈവം നമ്മളെ ആ രീതിയിൽ നമ്മളെ സഹായിക്കുന്നുള്ളതിന്റെ ഒരു വലിയൊരു ഉറപ്പായിട്ട് പിന്നെയും ആ കാര്യം നടന്നു. അത് അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യാക്കോബിന്റെ കാര്യത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ചൈതന്യം പ്രാപിച്ചു. അത് കഴിഞ്ഞിട്ട് 46:1 അതാണല്ലോ പഠന വിഷയം. അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു. അതായത് യാക്കോബിന് വലിയ പ്രയാസമുള്ള ഒരു സാഹചര്യമാണ്. കാരണം യാക്കോബ് മിസ്രൈമിലോട്ട് പോകണം, ഈജിപ്തിലോട്ട് പോകണം. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് ആ ഭാഗം വായിക്കാം. ബേർഷെബയിലെത്തി തന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവത്തെ യാഗം കഴിച്ചു. ഈ ബേർഷെബയെ പറ്റി നമ്മൾ വായിച്ചു കഴിഞ്ഞാല് ബേർഷെബയെ പറ്റി നമ്മൾ വായിച്ചാൽ ഉൽപ്പത്തി 22 അബ്രഹാം അവിടെ സ്വർഗസ്ഥനായ പിതാവിന് യാഗം കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 26 അധ്യായം വരുമ്പോൾ ഇസഹാക്ക് യാഗം കഴിച്ച് ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ്. ഇത്രയും നാളും ഉള്ള ഒരു സാഹചര്യമല്ല. വളരെ ക്ഷാമമായി താൻ ജീവിച്ചിരുന്ന കനാൻ ദേശത്തുനിന്ന് മിസ്രൈമിലേക്ക് പോകാൻ ആ കാര്യങ്ങൾ ദൈവം ഗൈഡ് ചെയ്യുക. അവിടെ യാക്കോബ് ചെയ്ത് എന്താണെന്നറിയാമോ? ബേർഷേബയിൽ എത്തിയപ്പോൾ തന്റെ പിതാക്കന്മാരായ യാക്കോബും ഇസ്ഹാക്കും യാഗം കഴിച്ച സ്ഥലത്ത് ആദ്യം അവിടെ അദ്ദേഹം ഒരു യാഗം കഴിച്ചു. വളരെ നമ്മുടെ ജീവിതത്തില് നമുക്ക് വഴിത്തിരിവിന്റെയും കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കാര്യം എന്താണെന്നറിയാമോ? ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവം നമുക്ക് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു തരും. ഞാൻ ആ 2-ാം വാക്യം കണ്ടോ? ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ഇതിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് മിസ്രൈം യാക്കോബിന്റെ ഓർമ്മയിൽ മിസ്രൈം ഒരു ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലമാണ്. കാരണം ഉൽപ്പത്തി 12 ഒരു വലിയ ക്ഷാമം വന്നപ്പോൾ അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോയി. അവിടെ ചെന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ ക്ഷാമത്തിൽ ദൈവം കാക്കും എന്നുള്ള ഫെയ്ത്ത് അബ്രഹാം ആ സമയത്ത് ഇല്ലാതെ മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിൽ ചെന്നപ്പോൾ അവിടെ വലിയ പ്രശ്നം ഉണ്ടായി. ആ സാറ തന്റെ കള്ളം പറയേണ്ടി വന്നു. പല പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഒരു സ്ഥലമായി മിസ്രൈം. അത് കഴിഞ്ഞ് ഒരു വാക്യം വായിക്കാം. ഇസാഖിന്റെ ജീവിതത്തിൽ 26-ാം അധ്യായം എടുക്കാം. 26 ദൈവം തന്നെ ഇസാഖിനോട് പറയുക, നീ മിസ്രൈമിൽ പോകരുതെന്ന്. 26-ാം അധ്യായം 26 ഉൽപ്പത്തി 26. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗെരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. അപ്പം അവിടെ മിസ്രൈമിലേക്ക് ഡു നോട്ട് ഗോ ടു ഈജിപ്റ്റ് എന്ന് തന്റെ പിതാവായ ഇസാക്കിനോട് ദൈവം പറഞ്ഞതാണ്. ഇപ്പൊ ദൈവം യാക്കോബിനോട് പറയുക ഈ 2-ാം വാക്യത്തില് 46:2 3-ാം വാക്യം. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ, മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട. ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെ ജീവിതത്തില് കർത്താവ് എങ്ങനെ ഓരോരോ സാഹചര്യത്തില് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഭയം ഉളവാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പണ്ട് പ്രശ്നങ്ങൾ വന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ കർത്താവ്
ഓരോ സമയത്തും വേറെ വേറെയാ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ സംശയിച്ചു ഇത് ചെയ്യണോ വേണ്ടയോ എന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അവിടെ കർത്താവ് ഒന്ന് പറയുക, നീ ഭയപ്പെടേണ്ട. ഞാൻ ഇനിയും അവിടെ നിർത്തിക്കൊണ്ട് ഒരു വാക്യം കൂടെ വായിക്കാം. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു വാക്യമാണ്. ഈ ഉൽപ്പത്തിയിൽ തന്നെ 15-ാം അധ്യായം. ഉൽപ്പത്തി 15-ാം അധ്യായത്തില് അവിടെ വലിയൊരു സംഭവം, ഒരു കവനന്റ് ദൈവം അബ്രഹാമുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഒരു വലിയൊരു ഉടമ്പടി. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വാക്യം കണ്ടോ? ഉൽപ്പത്തി 15-13. അപ്പോൾ അവൻ അബ്രഹാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അതായത് ഇംഗ്ലീഷിൽ പറയുന്നത് അവരുടെ അടിമകളാകുന്നു, എൻസ്ലേവ്ഡ് എന്നാണ്. അതായത് ഈ മിസ്രൈമിനെ പറ്റിയ ദൈവം അവിടെ പ്രവചന രൂപത്തിൽ പറയുന്നത് ആ ദേശത്തെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഈ സ്ഥലത്തോട്ടാണ് അവിടെ യാക്കോബ് ആക്ച്വലി പോകാൻ പോകുന്നത്. എന്നാൽ അവൻ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെടും. അപ്പൊ ഇതിനകത്ത് ആക്ച്വലി ആ മുഴുവൻ ഭാഗവും ഞാൻ വായിക്കുന്നില്ലല്ലോ. 15-ാം അധ്യായത്തിൽ വായിച്ചാൽ 400 സംവത്സരം അവര് ഈ ജാതിയെ സേവിക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, യാക്കോബിന്റെ ഹൃദയത്തിൽ എത്ര പേടി കാണുമെന്ന്. പക്ഷെ യാക്കോബ് ഇപ്പൊ ഇസ്രായേലായി. യാക്കോബ് ആ ചതിയനായ യാക്കോബ് ദൈവത്തിന്റെ പ്രഭുവായിട്ട് മാറി. ആ സമയം നമ്മുടെ ജീവിതത്തിലും ദൈവം ഓരോ സാഹചര്യങ്ങൾ തന്ന് നമ്മളെ ദൈവത്തോട് അടുപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കും. എന്തിനാ പ്രയാസങ്ങൾ ദൈവം അനുവദിക്കുന്നത്? നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനാ, നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ ധന്യമാകാനാ. ദൈവം നമ്മളെ ചെത്തി വെടിപ്പാക്കുക ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുക, ഇന്നലത്തെ എന്റെ വളരെ ബുദ്ധിമുട്ട്, ആത്മീയമായിട്ടും ആക്ച്വലി ശാരീരികമായിട്ടും വളരെ ക്ഷീണം തോന്നിയ അവസ്ഥയില് കർത്താവ് ചൈതന്യം തന്നു. കർത്താവ് ദൈവത്തിന്റെ വചനത്താൽ മാനുഷികമായിട്ടുള്ള ഹെൽപ്പ് തന്നു. ദൈവത്തിന്റെ വചനത്താൽ ദൈവം ധൈര്യപ്പെടുത്തി. ഇത് വായിച്ചപ്പോൾ അപ്പൊ ഇവിടെ ഈ 15-ാം അധ്യായം ഞാൻ വായിച്ചല്ലോ. 15-ാം അധ്യായത്തിൽ യാക്കോബ് എന്താ ചെയ്യുന്നത്? ഇവിടെ യാക്കോബ് ദൈവത്തിന്റെ പ്രോമിസസ് ഓർക്കുക. 15-ാം അധ്യായത്തിൽ ദൈവം പറയുക, അബ്രഹാമിനോട് പറയുക, നിന്റെ സന്തതി, നിന്റെ ഡിസെൻഡൻസിനെ ഞാൻ ഒരു 400 സംവത്സരം ദേശക്കാരെ സേവിക്കും, അറിയാത്തൊരു സ്ഥലത്തോട് ഞാൻ വിടും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വാക്യമുണ്ട്, ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കും, അതിന് ശേഷം അവർ വളരെ സമ്പത്തോടു കൂടെ പുറപ്പെട്ടു വരും. ആക്ച്വലി ഇംഗ്ലീഷിലത് ഞാൻ ആ വാക്യം ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിച്ചോട്ടെ. ജെനസിസ് ചാപ്റ്റർ 15:13. God said to Abraham, know for certain that your descendants will be strangers in a land that is not theirs, where they'll be enslaved and oppressed 400 years. But I'll also judge the nation whom they'll serve. Afterward, they will come out with many possessions. ആക്ച്വലി അതിനു മുമ്പ് ഈ 46-ലൊക്കെ പല ഭാഗത്ത് വായിക്കുമ്പോ ഈ 46-ല് ദൈവം അബ്രഹാമിനോട് പറയുക, യാക്കോബിനോട് പറയുക, സോറി, നെറ്റ് ഇടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. ദൈവം സഹായിക്കും. അതായത് ഞാൻ എപ്പോഴാ നെറ്റ് പോയെന്ന് ആക്ച്വലി എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അതായത് യാക്കോവിന് മുമ്പിൽ 3 ഭയാനകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പല സമയത്തും നമുക്കും ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ വരും. ഒന്ന്, അബ്രഹാം മിസ്രൈമിൽ പോയി, അവിടെ പ്രശ്നമായി. ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, നീ പോകരുത് മിസ്രൈമിലോട്ട്. 3, അബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ സന്തതി ഒരു അന്യദേശത്ത്
അടിമകളാകുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം പിന്നെയും ക്ഷാമം തന്നെ വന്നു. വളരെ ക്ഷാമം വന്നപ്പോൾ ദൈവം ഇസ്രായേലിനോട് പറയുക, യാക്കോബിനോട് പറയുക, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകാൻ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. ഒന്നുകൂടെ വായിക്കട്ടെ ഞാനത്. 46. അപ്പോൾ അവൻ 46:3, ഞാൻ ദൈവമാകും, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും. എനിക്കത് എത്ര ധൈര്യം തന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാഹചര്യത്തില്, നമുക്ക് പോകണ്ടാത്ത സാഹചര്യത്തിൽ കർത്താവ് പറയുക, ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. എത്ര വലിയ, ആക്ച്വലി കനാൻ ദേശം കാണിക്കുന്നത് ആത്മീയമായിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ, ദൈവത്തിന്റെ കൂട്ടായ്മയുള്ള സ്ഥലം. അവിടെ നിന്ന് ദൈവം കുറച്ചു നാളത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ആത്മീയമായിട്ടും ശാരീരികമായിട്ടും പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചിലപ്പം ദൈവം കൊണ്ടുവരും. പക്ഷെ ദൈവത്തിന്റെ പ്രോമിസ് എന്തോന്ന് അറിയാമോ? ഞാൻ നിന്നോടുകൂടെ പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. പക്ഷെ ആ സമയത്ത് ചിലപ്പോ അതിന് ഇടയ്ക്ക് ഒരു അടിമകളായിട്ട് അല്ലെങ്കിൽ പ്രയാസത്തിന്റെ സാഹചര്യത്തിൽ കൂടി നിനക്ക് പോകേണ്ടി വരും. ഞാൻ ഇത് വായിച്ചപ്പോ ചിന്തിക്കുമായിരുന്നു, ഈ സമയത്ത് യാക്കോബ് പോകുമ്പോഴ് യാക്കോബ് സകലവുമായി യാത്ര പുറപ്പെട്ടു. ദൈവത്തെ വിശ്വസിച്ച യാക്കോബ് ഈ സകലവും എടുത്ത് യാത്ര പുറപ്പെട്ടു. എന്നിട്ട് ഈ ദൈവത്തിന്റെ ശബ്ദം എങ്ങനെ കേട്ടത്? ബേർഷേവയില് സാക്രിഫൈസ് ചെയ്യുമ്പോൾ. ദൈവത്തിന്റെ വചനത്തിന്റെയും ദൈവത്തിന്റെ സന്ധിയിലും വരാതെ നമുക്ക് ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ പറ്റത്തില്ല. ബാക്കി എന്ത് ചെയ്താലും ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ വളരെ ധൈര്യത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്ന ദൈവം പറഞ്ഞു കഴിഞ്ഞാല് ദൈവം കൂടെ വരും. ദൈവത്തിന്റെ കൂടെ നമ്മൾ നിന്നാ മതി. ഈ സമയത്ത് ദൈവം ചെയ്ത വേറൊരു കാര്യം വളരെ സന്തോഷത്തോടെ പറയട്ടെ. ഇവർ ആക്ച്വലി പോകുമ്പോഴ് 70 പേരേ ഉള്ളൂ. 70 പേരെ ഇതിനകത്തുള്ളൂ. നമുക്ക് ആ സംഖ്യ അറിയാം. പക്ഷെ 400 വർഷം കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു വന്നപ്പോ അവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ? അവര് 2 മില്യൺ ആൾക്കാരുണ്ട് 400 വർഷം കഴിഞ്ഞ്. അതായത് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് അബ്രഹാം സംസാരിച്ചപ്പോഴേ ആദ്യം അന്ന് തൊട്ട് ഈ മിസ്രൈമിലേക്ക് യാക്കോബ് സകലവുമായിട്ട് പുറപ്പെടുന്ന സമയം 215 സംവത്സരമാണ്. അത്രയും സംവത്സരം കൊണ്ട് അവര് 70 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ദൈവം അവരെ മിസ്രൈമിലേക്ക് ദൈവം തന്നെ കൊണ്ടുപോയി അവിടെ താമസിച്ച് 400 എന്ന് വെച്ചാൽ 430 സംവത്സരം കഴിഞ്ഞപ്പോ അവര് 2 മില്യൺ ആൾക്കാരായി. ഞാൻ ഓർക്കും, ഇത് ആക്ച്വലി ഞാൻ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കാനായിട്ട് കർത്താവ്, ഞാൻ ഈ സബ്ജക്റ്റിൽ നിന്ന് എന്ത് പഠിപ്പിക്കും, എനിക്കതിന് ശക്തി ഇല്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോഴ് ഈ വചനം വായിച്ച് ധൈര്യപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്കത് വളരെ ധൈര്യമായി. ഞാൻ ഓർത്ത് ഇത് തന്നെയാണല്ലോ സിസ്റ്റേഴ്സ് മീറ്റിങ്ങിന് എനിക്ക് ഷെയർ ചെയ്യാനുള്ളതെന്ന്. അതായത് ഞാൻ പറയട്ടെ, നമ്മള് ഏറ്റവും യാക്കോബിന് ക്ഷാമം വന്ന ഒരു നിവൃത്തിയില്ല തിരിച്ചു പോവാൻ. ആ സമയത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. മാത്രമല്ല, ഞാൻ വളരെ സന്തോഷപ്പെടുത്തി വേറൊരു കാര്യം പറയാം. ഈ സമയത്ത് ആക്ച്വലി യഹൂദ എന്ന് പറഞ്ഞ മകനാണ്, അല്ലെങ്കിൽ ജൂഡ ആണ് നമ്മള് മുഴുവൻ ഇനി വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാം. ഇവർ ഫൈനലി പോകുന്ന സമയത്ത് യഹൂദ അല്ലെങ്കിൽ ജൂഡ ആണ് മുമ്പിൽ പോകുന്നത്. ജൂഡ ആണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ അതിനെപ്പറ്റി വായിച്ചപ്പോ ഇങ്ങനെ മനസ്സിലായി, ജൂഡായിക്കാണ് ഏറ്റവും വലിയ റിപ്പൻഡൻസ് ഉണ്ടായത് ആ കൂട്ടത്തില്. ആ ജൂഡായിൽ നിന്നാണ് മശീഹ വന്നത്. ഈ ജൂഡ തന്നെ പല തെറ്റുകൾ ജൂഡയുടെ ലൈഫിൽ ഉണ്ടായി. പല സമയത്ത് അതൊന്നും നമുക്കിപ്പോ പറയാൻ സമയമില്ലല്ലോ. എന്നാൽ ഈ തിരിച്ചു പോകുന്ന സമയം, ആ വർഷങ്ങളില് ചിലപ്പോ യോസെഫിനെ കണ്ടപ്പോഴായിരിക്കാം ആ ഒരു ബോധ്യം തന്റെ ജീവിതത്തിൽ വന്നത്. ഞാൻ വിചാരിച്ചു, നമ്മൾ എത്ര തെറ്റ് പിന്നെയും ചെയ്താൽ പോലും ദൈവത്തിന്റെ സന്നിധിയില് എപ്പോ വേണേലും നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കും. അവസാനം ആക്ച്വലി തിരിച്ചു വരാൻ നേരത്ത് യഹൂദനെയാണ് യാക്കോബ് തന്നെ വിടുന്നത്. നീ പോയി അവിടെ ചെന്ന് ജോസഫിനെ മീറ്റ് ചെയ്ത് കാര്യങ്ങൾ ശരിയാക്കുക. ഞാൻ വിചാരിച്ചു, റിപ്പൻഡൻസിന്, അനുതാപത്തിന്, ദൈവസന്നിധിയിലൂടെ മടങ്ങി വരവിന് എപ്പോഴും ഒരു സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവിനെ അറിയാത്ത ഒരു കപ്പിളിനോട് സംസാരിക്കുമായിരുന്നു. അവർ കർത്താവിനെ അറിയത്തേയില്ല. വളരെ ബുദ്ധിമുട്ടി കൂടി അവർ രണ്ടുപേരും ഫാമിലി ആയിട്ട് കടന്നു പോവുക.
അതിനകത്ത് ആ മനുഷ്യൻ ഒരു സെന്റൻസ് പറഞ്ഞു. അതായത് അവർക്കൊരു തിരിച്ചുവരവ് വേണം കുടുംബമായിട്ട്. അതിനുവേണ്ടി എൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിക്കാനായിട്ട് വന്നതാണ്. ആക്ച്വലി ആ മനുഷ്യൻ ഇങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞു, ഐ മേ ബി റോങ്, ഞാൻ ചിലപ്പോൾ ചെയ്തത് തെറ്റായിരിക്കും. ഞാൻ ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യോ, നിങ്ങൾക്ക് തിരിച്ച് ദൈവസന്നിധിയിലും കുടുംബമായിട്ട് ഒരുമിച്ച് വരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഓൾറെഡി എടുത്തു വെച്ചു. ഐ മേ ബി റോങ്. എപ്പോഴും നമ്മൾ അങ്ങനെ നമ്മളെ തെറ്റി യൂദാ ചെയ്ത പോലെ, അയ്യോ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് റിപ്പൻഡൻസോടെ വന്നപ്പോ ദൈവം എങ്ങനെയാ യഹൂദയെ യൂസ് ചെയ്തത്. മാത്രമല്ല ആ യഹൂദയിൽ കൂടിയാണ് കർത്താവ് വന്നത്, ദാവീദ് വന്നത്, കർത്താവ് വന്നത്. അപ്പൊ ദൈവം നമ്മളെ യൂസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ഞാൻ ഈ രണ്ട് ചിന്തകൾ എന്നെ വളരെയധികം ഇന്നലെ ഞാൻ ഓവർവെൽംഡ് ആയിട്ടിരുന്ന സമയത്ത് എന്നെ ധൈര്യപ്പെടുത്തി. അതായത് ഏറ്റവും പ്രയാസത്തിൽ കൂടി പോകുന്ന ഒരു സമയം കാണും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തില്. പക്ഷെ കർത്താവ് പറയുക, നീ ഒരു അന്യദേശത്ത് പോയി പാർക്കും ചിലപ്പം, പക്ഷെ നിന്നെ ഞാനൊരു വലിയ ജാതിയാക്കും, നിന്നെ ഞാൻ ഫ്രൂട്ട്ഫുൾ ആക്കും, ഞാൻ ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. തിരിച്ച് ഞാൻ മടക്കി വരുത്തും. മാത്രമല്ല ഞാൻ നിന്റെ കൂടെ പോകും. നമുക്കവിടെ, ഞാൻ ഇന്നലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു, പുറപ്പാട് 1-ാം അധ്യായത്തിൽ വരുമ്പോൾ മിസ്രൈമിലെ ആൾക്കാര് ഈ ഇസ്രായേലിനെ ഭയപ്പെടുക, ദേവർ ഇൻ ഡ്രെഡ് ഓഫ് ദം എന്ന് എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് പല സ്ഥലങ്ങളിൽ വായിക്കുന്നുണ്ട്. ദൈവമക്കൾ താമസിക്കുന്നിടത്ത് അവർ ദൈവത്തെ മാത്രം നോക്കി താമസിക്കുമ്പോൾ ചുറ്റുപാടുമുള്ളവർക്ക് അത് മനസ്സിലാവും ഇവരുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. അല്ലെങ്കിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് മിസ്രൈമില് പിന്നെ വന്ന ഫറവോൻ ശ്രമിച്ചപ്പോൾ അവർ പിന്നെയും മൾട്ടിപ്ലൈ ചെയ്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ചിലപ്പോൾ ജീവിതത്തില് ഇങ്ങനെ ഒരു ഫേസ് കാണും, ഒരു മിസ്രൈമിന്റെ ഫേസ് കാണും. പക്ഷെ അവിടെയും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മളെ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുന്ന വെച്ചാൽ ദൈവം നമ്മളെ വലിയ ജാതിയാക്കുക എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്തെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാല് നമ്മൾ അനേകർക്ക് ആത്മീയ ബ്ലെസ്സിങ് കൊടുക്കാനായിട്ട് ഈ സന്ദർഭം ദൈവം ഉപയോഗിക്കും. അനേകരെ ദൈവത്തിലേക്ക് വരുത്താനായിട്ട് ദൈവം ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മുടെ സ്പിരിച്വൽ പോവർട്ടി നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ഒട്ടും വിഷമിക്കേണ്ട. ഞാൻ എപ്പോഴും ഓർക്കും, ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ഫോർ ദേഴ്സ് ഇസ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് എപ്പോഴും ഞാൻ ഓർക്കും. കർത്താവേ, എനിക്ക് പല പോവർട്ടിയാണ്, എനിക്ക് വചനം അറിയത്തില്ല, എനിക്ക് വലിയ ആഗ്രഹം ആ വചനം ഇരുന്ന് ഒത്തിരി വായിക്കാൻ, പക്ഷെ അതുപോലും പലപ്പോഴും പറ്റത്തില്ല ജീവിതത്തിലെ സാഹചര്യം കൊണ്ട്. പക്ഷെ കർത്താവ് എന്നോട് പറയുക, ആർ യു പുവർ ഇൻ സ്പിരിറ്റ്, ഡോണ്ട് വറി, ഐ ആം വിത്ത് യു, ഐ വിൽ ടേക്ക് യു ത്രൂ ദിസ് ടൈം ആൻഡ് ഐ വിൽ ബ്രിങ് യു ബാക്ക്. ആത്മീയ ധനത്തിലേക്ക് ദൈവം കൊണ്ടുവരും. ജീവിതത്തിലെ ധനികമായ അവസ്ഥയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരും എന്ന് കർത്താവ് എന്നോട് പ്രോമിസ് ചെയ്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനം എന്നെ അനുഗ്രഹിച്ചെങ്കിൽ നിങ്ങളെ മൾട്ടിപ്ലൈ ചെയ്ത് അനുഗ്രഹിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ വചനം അവസാനിപ്പിക്കും. കർത്താവെ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ് ഫോർ യുവർ വേർഡ് ലോർഡ്, വിച്ച് റിവൈവ്സ് us, വിച്ച് സെറ്റ്സ് us ഓൺ ഫയർ ലോർഡ്. കർത്താവെ, ഒരു നിമിഷം ഞങ്ങൾ വിഷമിച്ചായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ ദൈവത്തിന്റെ വചനം അയച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവെ അങ്ങ് റിവൈവ് ചെയ്യുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ സ്പിരിറ്റ്സിനെ അങ്ങ് ചൈതന്യം ഉണ്ടാക്കുന്ന ദൈവമാണല്ലോ. കർത്താവ് എത്ര വിശ്വസ്തനാണ് കർത്താവെ. ദൈവമേ, അങ്ങ് ഈ കാര്യങ്ങൾ മാത്രമാണല്ലോ ഈ ലോകത്തിൽ കർത്താവെ ഞങ്ങളെ നടത്താനായിട്ട് വേണ്ടിയത്. കർത്താവെ, ഞങ്ങളെ ഓവർവെൽംഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് തോന്നുന്ന സമയത്ത് കർത്താവിന്റെ വചനം ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതിനായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഡാർക്ക് സീസൺസ് ഓഫ് ലൈഫിൽ കൂടെ പോകുമ്പോൾ കർത്താവിന്റെ വചനം കർത്താവ് എങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്നത്, ഒന്ന് എന്റെ അടുത്തോട് തിരിച്ചു വാ, ഞാൻ നിന്നെ ധൈര്യപ്പെടുത്തും. യാക്കോബ് ബർശബയിൽ എത്തിയപ്പോൾ അവൻ ഓർത്തു, പിതാക്കന്മാർ രണ്ടുപേരും ബർശബയിൽ വെച്ച് ദൈവത്തെ ആരാധിച്ച കാര്യം. അവൻ അവിടെ തന്നെ ദൈവത്തെ ആരാധിച്ചു. ആ സമയത്താണല്ലോ ദൈവം പിന്നെയും അവനോട് സംസാരിച്ചത്. കർത്താവെ, ദൈവമേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കാനാണ് ഞങ്ങൾ സാഹചര്യം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ കർത്താവിന് സംസാരിക്കാൻ പറ്റില്ല. യു ആർ ജസ്റ്റ് വെയിറ്റിംഗ് ടു ടോക്ക് ടു us ലോർഡ്. കർത്താവെ, യു ഗിവൺ us യുവർ വേർഡ്. ഇസ്രായേലിൽ യാക്കോബ് ജീവിച്ച സമയം പോലെ അല്ല, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കർത്താവെ, ആ വചനം വായിക്കാനും ധൈര്യപ്പെടാനും അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുമാനം. യാക്കോബ് ആ തീരുമാനം എടുത്തില്ല, മിസ്രൈമിലേക്ക് പോകാൻ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ അവര് മുഴുവനും അവിടെ നശിച്ചു പോയേനെ. യാക്കോബിന് ആ ധൈര്യം കൊടുത്തു. യൂദായെ അനുതാപത്തോടെ യാക്കോബിന്റെ വീട്ടിൽ നിർത്തി യൂദായെ മുംബൈ കൊണ്ടുപോയി. ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ
വളരെ ധൈര്യപ്പെടുത്തുന്ന കാര്യമാണല്ലോ കർത്താവെ. താങ്ക് യു ലോഡ്, താങ്ക് യു ഫോർ യുവർ വേർഡ് ലോഡ്. അത് ഞങ്ങളെ ധൈര്യപ്പെടുത്തി, ഞങ്ങളെ ചൈതന്യപ്പെടുത്തി, ഞങ്ങളെ ജീവിപ്പിച്ച് ഇന്നത്തെ ദിവസവും കർത്താവ് വിക്ടോറിയസ് ആയിട്ട് ജീവിക്കാൻ കൊണ്ടുപോകുന്നതിനായിട്ട് യേശു കർത്താവിന്റെ നാമം. ആമേൻ. പ്രൈസ് ദി ലോർഡ്.